ഹലോ നമസ്കാരം ഫുഡീസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്ന നമ്മുടെ സലീം ഖാൻ്റെ സ്വന്തം ബിരിയാണി ഷോപ്പിലേക്കാണ്. ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ KC തിയേറ്ററിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു കെമിസ്റ്റ് ഉണ്ട്, മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അതിനോട് ചേർന്ന റോഡ് കുറച്ചുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. നേരെ മുദ്ദാസ് ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സലീം ഖാൻ്റെ ഷോപ്പ് വരുന്നത്. സലീം ഖാൻ്റെ ബിരിയാണിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. മലബാറിലെ ഒട്ടുമിക്ക വ്ളോഗേഴ്സും വന്നിട്ട് ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലബാർ ഏരിയയിലെ ഒട്ടുമിക്ക ബിരിയാണി ലവേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടായിരിക്കും ഈ നമ്മുടെ സലീം ഖാൻ്റെ കട. ഞാനിവിടെ ഒരു 2019-20 മുതൽ സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. വീക്ക്ലി വൺസ് എന്ന് തന്നെ പറയാം. അങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കണം. ഇത്ര കാലമായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തരിക്ക് പോലും അതിൽ ടേസ്റ്റ് വൈസ് ഒരു മാറ്റം വരുന്നില്ല. അതാണ് ഈ മനുഷ്യൻ്റെ മാജിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എന്താ സഹകരണം, ആ ചെമ്പിലടിച്ച് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നൊരു സാധനമുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാനോ പുള്ളിയോട് സംസാരിക്കാനോ പുള്ളി ആൾ ടൈം ഓണാണ്. അവിടെ പോയവർക്ക് അറിയാം. അവിടുന്ന് ആ ഒച്ചപ്പാടും ബഹളവും ഒരു ഹിന്ദി പാട്ടും ആളൊക്കെ കൂടിയ പാട്ടൊക്കെ പാടി ചെമ്പിലടിച്ചും പേപ്പറിലടിച്ചും ആള് വൈബിൻ്റെ അങ്ങേ തലയാണ്. അപ്പം പുള്ളിയുടെ ക്യാരക്ടർ വൈസ് അങ്ങനെ. എത്ര പീസല്ലേ? കുറേ പീസുണ്ടല്ലേ? എത്ര കൊടുക്കാം? ഔട്ട് ഓഫ് 5? നോർമലി നമ്മൾ പുറത്തുള്ളൊരു കടയാണെങ്കിൽ ഒരു 200 രൂപ മിനിമം വരും. നമുക്ക് ആകെ ഇവിടെ ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നോർമലി കിട്ടുന്ന ഒരു ബിരിയാണിയുടെ പോലെ പഴയ കാലത്തുള്ള ബിരിയാണി ആ ഒരു ടേസ്റ്റ്. മസാല ഒന്നും കൂടുതലില്ലാതെ ചോറിൻ്റെ ഈ ബീഫിൻ്റെ ടേസ്റ്റ് വേറെ ഇത് പ്രത്യേകിച്ച് ആരോടും പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാവില്ല. പെരിന്തൽമണ്ണയിൽ സലീം ഖാൻ്റെ ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഒരു വേഷം പോകണം. പിന്നെ വേറെ ഒന്നും സലീം ഖാൻ്റെ ബിരിയാണിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ അപ്പോൾ ഹാപ്പി ഫുഡിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.